ഈശോയിൽ സ്നേഹമുള്ളവരെ, വിവാഹ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പ്രത്യേകമായി ചിന്തിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തിയിൽ പറയുന്നൊരു കാര്യമാണ്, 2-ാം അധ്യായം 24-ാം വാക്യം. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവരൊറ്റ ശരീരമായി തീരും. ഇന്നത്തെ സുവിശേഷത്തിലെ മർക്കോസ് 10:7, പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. ഇതിന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. വിവാഹ ജീവിതം ഒരു ദൈവവിളിയാണല്ലോ. എന്തിനുള്ള ദൈവവിളിയാണ്? പരസ്പരം സ്നേഹിക്കുക, പരസ്പരം പങ്കുവയ്ക്കുക. ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം, ആ ദൈവവിളിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. വിളി ഇല്ലാതെ അതിലേക്ക് പ്രവേശിക്കാനും പറ്റുകയില്ല. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളിയാണ്. ഈ കഴിഞ്ഞിടെ ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി കുട്ടികളില്ലാത്ത ഒരു യുവാവിനെ, അവരെ കുടുംബത്തെ കാണാനിടയായി. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോഴും കുട്ടികളുണ്ടാകുന്നതല്ല പ്രധാനം, അവരങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു തടസ്സമുണ്ട്. അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളിയാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഒന്ന് നിശബ്ദനായത്. അത് സൃഷ്ടിക്കുന്നതാരാ? ദൈവമല്ലേ? സൃഷ്ടിക്കുന്നത് ദൈവമല്ലേ? അപ്പോൾ ദൈവം ചെയ്യണ ജോലി ചെയ്യാൻ മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നത് നിസ്സാര കാര്യമാണോ? ദൈവം ചെയ്യുന്ന സൃഷ്ടിക്കുക എന്ന ജോലി, ആ ഒരു കർത്തവ്യം, അത് നിർവഹിക്കാൻ വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുന്നത് നിസ്സാര കാര്യമാണോ? അതാണ് ദൈവവിളിയാണിത്. ഇത് ദൈവവിളിയാണ്. വിളി ലഭിച്ചാലല്ലാതെ ഈ ഒരു ദൗത്യത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഒരു കൂദാശയും സിവിൽ മാരേജും തമ്മിലുള്ള വ്യത്യാസം, മറ്റു വിവാഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. കത്തോലിക്ക വിവാഹം അതൊരു കൂദാശയാണല്ലോ. കൂദാശയിൽ ഈ ജീവിതം നയിക്കാനുള്ള കൃപ കിട്ടും. കൂദാശ എന്താ? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ദൈവവരപ്രസാദം ലഭിക്കുന്നതിന് ദൈവം ചെയ്യുന്ന കാണപ്പെടുന്ന അടയാളങ്ങളാണ് കൂദാശ. ഓരോ കൂദാശയിലും എത്രമാത്രം അടയാളങ്ങളാണ്. ഇല്ല, കൈ ചേർത്ത് പിടിച്ചിട്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുമ്പോഴും അതൊരു അടയാളമാണ്. അപ്പോൾ അടയാളത്തിലൂടെ ദൈവത്തിൻ്റെ കൃപ കിട്ടുന്നുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് വിളിച്ചിട്ട് കൃപയും തന്നു വിടുന്ന ഒരു പരിപാടിയാണ് കൂദാശ. അപ്പോൾ സിവിൽ മാരേജിൽ അതൊരു കൂദാശയല്ല. അതാണ് കത്തോലിക്ക വിവാഹവും സിവിൽ മാരേജും തമ്മിലുള്ള വ്യത്യാസം. അതാണ്, സിവിൽ മാരേജ് നടത്തിയ പോരെ, കത്തോലിക്ക വിവാഹം നടത്തണം. അതുകൊണ്ടാണ് കത്തോലിക്ക വിവാഹം നടത്തുമ്പോഴാണ് മറ്റു ഇല്ലീഗൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടുന്നത് കുമ്പസാരത്തിലൂടെ പോലും പരിഹരിക്കപ്പെടുകയില്ല. ഞാനിങ്ങനെ ഒരാളുടെ പുറകെ അടക്കുകയാണ് എന്ന് പറഞ്ഞ ആ പ്രശ്നം കാത്തലിക് മാരേജിലൂടെയാണ് അത് പരിഹരിക്കപ്പെടുന്നത്. അതിലൂടെയാണ് ആ പാപം പരിഹരിക്കപ്പെടുന്നത്. അപ്പോൾ അത്രയും വിലപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വിവാഹ ഉടമ്പടി ലംഘിക്കാവോ? പ്രീ മാരിറ്റൽ സെക്സ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ് അത് ചെയ്യാവോ? ലിവിങ് ടുഗദർ അനുവദനീയമാണോ? അത് സഭയുടെ രീതിയല്ല. അതുകൊണ്ടാണ് വിവാഹ ഉടമ്പടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരും. ഇല്ലേ, ഒരു സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളി നിസ്സാര കാര്യമല്ല എന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പം അങ്ങനെ ഒരു പണി, ഒരു ഉത്തരവാദിത്തം ദൈവം ഏൽപ്പിക്കുമ്പോൾ, കാര്യസ്ഥനെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ വിശ്വസ്തത കൂടിയേ തീരൂ. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുകയാണ്, വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ, പ്രഭാഷകൻ 23:18, വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിനെ പേടിക്കണം?
വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്യുന്ന ആരാണ് എന്നെ കാണുക, ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാനെന്തിന് പേടിക്കണം ആണ് അവൻ്റെ ഒരു ചിന്താഗതി. അങ്ങനെയാണ് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ. അതുകൊണ്ടാണ് 1-ാം പ്രമാണവും 6-ാം പ്രമാണവും രണ്ടും കണക്റ്റഡ്. നമ്മൾ ദൈവത്തെ വിട്ട് വേറെ ആചാരങ്ങളുടെ പുറകെ പോയാൽ അത് വ്യഭിചാരത്തിന് തുല്യമായിട്ടാണ് പഠിപ്പിക്കുക. അല്ല, അങ്ങനെയല്ല. 6-ാം പ്രമാണം ലംഘിച്ചാൽ അത് വ്യഭിചാരമാണ്. അതാണ് ഇന്നത്തെ സുവിശേഷം അവസാന ഭാഗം പറഞ്ഞു നിർത്തുന്നത്. ഒരു 2011 ഇറങ്ങിയ അനൂപ് മേനോൻ റൈറ്റപ്പ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയ ഒരു ഫിലിമാണ് ബ്യൂട്ടിഫുൾ. അതിൽ ജയസൂര്യ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ് ആ സിനിമയിൽ. അതിൽ നടി പ്രവീണ ഒരു ഡോക്ടറിൻ്റെ റോള് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിൽ അവർ തമ്മിലൊരു സംഭാഷണമുണ്ട്. അപ്പം ഡോക്ടർക്കൊരു കാമുകനുണ്ടോ എന്ന് ചോദിക്കും. ആദ്യമൊന്നും പറയല, വിവാഹിതയായ ഡോക്ടർക്കൊരു കാമുകനുണ്ട്. കുറച്ച് അവിഹിതമൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസം, അങ്ങനെ ഒരു മറുപടി പറയുന്നുണ്ട്. എന്നിട്ട് പറയണേ, വിവാഹം ഒരു ലൈസൻസാണ്, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് വേണ്ടിയിട്ടുള്ള ലൈസൻസാണ് എന്ന് അതിലിങ്ങനെ അവർ തമാശ രൂപേണ പറയണം. അങ്ങനെയാണോ? വിവാഹം ഒരു മറയാണോ? എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് വേണ്ടിയിട്ടുള്ളൊരു മറയാണോ, ലൈസൻസ് ആണോ വിവാഹം? ഡോക്ടർ പത്മ പറയാറുണ്ട് സ്റ്റീഫന്റെ കാര്യം വിളിക്കുമ്പോഴൊക്കെ. ഇങ്ങോട്ടേക്ക് താമസം മാറുന്നു കേട്ടപ്പോൾ ആക്ച്വലി ഐ വാസ് എക്സൈറ്റഡ്. എപ്പോഴെങ്കിലും ഒന്ന് കാണാമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളെ. ഇങ്ങനൊരു സ്റ്റേജിലായിട്ടും ജീവിതത്തോടുള്ള നിങ്ങളുടെ ഒരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ഇല്ലേ? ഗുഡ്. വനിതയിൽ ഒരു കോളം ചെയ്തിരുന്നല്ലേ? ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അത് ഞാനാ എഴുതിയിരുന്നത്. എന്ന് വെച്ചാ കുഞ്ഞു പറഞ്ഞു തരും, ഞാൻ എഴുതും. ദോഷം പറയരുതല്ലോ, നല്ല കയ്യക്ഷര, വേറൊരാൾക്കും മനസ്സിലാവില്ല. യു ആർ ഫൈൻ സ്റ്റീഫൻ. എന്നെക്കാൾ നിങ്ങൾ ഹെൽത്തിയാണ്. പത്മയുടെ മെഡിസിൻസ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ശ്വാസം മുട്ടുന്നതിനെ ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഇൻഹേലർ എഴുതരാം. പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം മതി മെഡിക്കേഷൻ. ഓക്കെ ഡോക്ടർ, ഏത് പെർഫ്യൂമാ യൂസ് ചെയ്യുന്നത്? ചുമ്മാ അറിയാ. അറിയില്ല. സം ബ്രാൻഡ് ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ടു വന്ന എന്തോ. പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഭർത്താക്കന്മാര് വാങ്ങിത്തരുന്ന ഒറ്റ പെർഫ്യൂമും ഭാര്യമാര് ഉപയോഗിക്കരുത്. സ്നേഹത്തോടെ അത് സ്വീകരിച്ച് അലമാരിൽ വെച്ച് അങ്ങ് പൂട്ടിയേക്കുക. അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന ഒന്നും ഭാര്യയ്ക്ക് ഉണ്ടാകുന്നത് ചേട്ടായിക്ക് ടെൻഷൻ. പക്ഷെ അവര് കാമുകിമാർക്ക് മേടിച്ചു കൊടുക്കുന്ന പെർഫ്യൂം ബെസ്റ്റ് ആയിരിക്കും. അത് ശരിയാ, പക്ഷെ അത് നമുക്ക് കിട്ടില്ലല്ലോ സ്റ്റീഫ. അതിന് ഡോക്ടർ ഒരു കാമുകിയായ പോരെ? കാമുകിയാണോ? യു ആർ ഇംപോസിബിൾ സ്റ്റീഫൻ. ബി ഇംപോസിബിൾ ഡോക്ടർ. അസാധ്യ പടം, അസാധ്യ ഭക്ഷണം എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ അസാധ്യമായിട്ടങ്ങ് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇപ്പൊ സംസാരിക്കുന്നത് വനിതയിലെ കോളത്തിൽ എഴുതുന്ന അതേ ഭാഷയില. ടോപ്പിക് ഒന്നും മാറ്റണ്ട. വീട്ടിലല്ലേ? ഇല്ല. ശരി, ഉണ്ട്. പക്ഷെ ഇവിടെ അല്ല, മിന്നസോട്ട. ഡോക്ടറാ. അപ്പോ പഴയ MBBS സഹപാഠിയാ? ഗസ്റ്റ് റൈറ്റ്. MDക്ക് ഒരുമിച്ചായിരുന്നു. പിന്നെന്താ കല്യാണം ഫാമിലി തീർപ്പ്? അതൊന്നുമല്ല. ഫാമിലി സപ്പോർട്ടീവ് ആയിരുന്നു രണ്ടുപേരുടെ. ഞങ്ങൾക്ക് തോന്നി കല്യാണം കഴിച്ചാൽ നല്ലൊരു ബന്ധം വഷളായി വൃത്തികേടാവുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ വേറെ കെട്ടി. വർഷത്തിൽ 1-2 തവണ കാണും. ഒന്നെങ്കിൽ ഞാൻ അങ്ങോട്ട്, ഇല്ലാത്തൊരു കോൺഫറൻസിന്റെ പേര് പറഞ്ഞു. അല്ലെങ്കിൽ അതാ നല്ലത്. കാമുകന്മാർ, ജാരന്മാർ ഇവരെയൊക്കെ വർഷത്തിൽ 1-2 തവണ കാണുന്നതാണ് നല്ലത്. ആ കാഴ്ചയുടെ ഇന്റൻസിറ്റി അടുത്ത മീറ്റിംഗ് വരെ നീണ്ടു നിൽക്കും. എന്നും കണ്ട ഭർത്താവിനും കാമുകനും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? എല്ലാവരും അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ല. എങ്കിലും ഇന്ന് പലരും ഈ മാരേജ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നിൽക്കുന്നത് കുഞ്ഞുങ്ങളെ ഓർത്ത് മാത്രം അല്ലേ? പിന്നെ വിവാഹം ഒരു സൗകര്യമാണ്. മാരേജ് ഇസ് എ ലൈസൻസ് ടു ഹാവ് ആൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. അങ്ങനെയാണോ? വിവാഹം ഒരു മറയാണോ? എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് വേണ്ടിയിട്ടുള്ളൊരു മറയാണോ, ലൈസൻസ് ആണോ വിവാഹം? അതിനു മുമ്പ് വലിയ പേടിയായിരിക്കും. വിവാഹം കഴിഞ്ഞ പിന്നെ ലൈസൻസ് കിട്ടി അടക്കാം, ഓടി അടയ്ക്കാം. അപ്പോൾ അതാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ മണവാട്ടി ഇതൊക്കെ എല്ലാം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ 1-ാം വായനയിൽ ഒരു സൗഹൃദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലേ, സുഹൃത്തുക്കൾ ഏത് ബന്ധമായാലും, സുഹൃത്ത് ബന്ധമായാലും, വിവാഹബന്ധമായാലും, ദൈവവുമായിട്ടുള്ള ബന്ധമായാലും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ്ങും കൺസിഡറേഷനും.
പരസ്പരം മനസ്സിലാക്കലും പരിഗണനയും. ഇത് രണ്ടുമില്ലാതെ ഒരു ബന്ധവും മുന്നോട്ട് പോകുകയില്ല. എന്തൊക്കെ ഉണ്ടായാലും അത് നമുക്ക് വേണം. ഇനി ഈ ധൂർത്തപുത്രനുണ്ടല്ലോ, ധൂർത്തപുത്രൻ യഥാർത്ഥത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം ഒരു മണവാളൻ മണവാട്ടി ബന്ധമാണെങ്കിൽ ധൂർത്തപുത്രൻ ഇട്ടിട്ട് ദൂരെ പോയി, വേറെ ഓടി നടക്കാൻ വേണ്ടി പോയി. എന്നിട്ട് അവന് സ്വസ്ഥത കിട്ടിയോ? തിരിച്ചു വന്നപ്പോഴാണ് സ്വസ്ഥത കിട്ടിയത്. വീട്ടിലൊരു മകനുണ്ടായിരുന്നു, മൂത്ത മകൻ. അവൻ ഇങ്ങനെ ഭാരപ്പെട്ടാണ് ആ ഒരു കർത്തവ്യം നിർവഹിച്ചത്. പിതാവായിട്ടുള്ള ബന്ധം, ഞാൻ എത്ര നാളായി നിനക്ക് ദാസവേല ചെയ്യുന്നു, എനിക്കോ. അപ്പോൾ നമ്മൾ ഭാരപ്പെട്ടാണോ ജീവിക്കുന്നത്? നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഭാരമാണോ? നിങ്ങളുടെ ഭാര്യാഭർത്തൃബന്ധം നിങ്ങൾക്ക് ഭാരമാണോ? ചിലപ്പോൾ കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരിക. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേറെ വഴി നോക്കുകയാണോ വേണ്ടത്? അതല്ല ജീവിതത്തിൻ്റെ കുരിശ്. എല്ലാം ചേർത്ത് എല്ലാം നമുക്ക് കിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല കിട്ടിയതെങ്കിൽ അതൊന്ന് അനുദിന കുരിശുമെടുത്ത് വഹിച്ച് കർത്താവിൻ്റെ പുറകെ പോകാനായിട്ടുള്ളൊരു വഴിയായിട്ട് കണക്കാക്കാൻ പാടില്ലേ? അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനോട് ചേർന്ന് ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ വളരുക. അപ്പോൾ കല്യാണം കിട്ടാത്തവരൊക്കെ അവർ പ്രാർത്ഥിക്കേണ്ടത്, കുട്ടികളില്ലാത്തവർ അവർ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്, ഒരു എളിമപ്പെട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ടതെന്നറിയാവോ? ഒന്നാമത്തെ കാര്യം എന്താ? ദൈവം സൃഷ്ടികർമ്മത്തിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് കുടുംബജീവിതം തന്നു. അതാണ് ഒന്നാമത്തെ ഘട്ടം. നിങ്ങൾ ആരെങ്കിലും നന്ദി പറയാറുണ്ടോ? കുടുംബജീവൻ തന്നതിന്, കർത്താവെ കുടുംബജീവൻ തന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അതെനിക്ക് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങളിൽ കർത്താവെ അങ്ങ് ആദ്യത്തെ കാര്യം ചെയ്തു, കുടുംബജീവിതം തന്നു. എത്രയോ പേര് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ഘട്ടം അങ്ങ് ഇതുവരെ ചെയ്തില്ല കർത്താവേ, രണ്ടാമത്തെ ഘട്ടം അങ്ങ് ചെയ്യണേ കർത്താവേ. എളിമപ്പെട്ട് പ്രാർത്ഥിക്കണ്ടേ? കർത്താവ് നമ്മളെ പറ്റിക്കൊന്നുമില്ല. ഇപ്പോൾ ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പാത്രം കയ്യിലേക്ക് തന്നു, എന്നിട്ട് ഇനി നിങ്ങൾക്കിനി ചോറില്ല എന്ന് പറയുന്നവനല്ല ദൈവം. കുടുംബജീവൻ തന്നെങ്കിൽ കുടുംബജീവിതത്തിൽ മക്കളെയും തരും. ചിലപ്പോൾ എന്തെങ്കിലും ശാരീരികമായ നമ്മുടെ അശ്രദ്ധ മൂലമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതിനൊക്കെ നമ്മൾ ചില ശ്രദ്ധ നമ്മളതിൽ കൊടുക്കണം, നമ്മൾ ഒരുങ്ങണം, മനസ്സുകൊണ്ടൊരുങ്ങണം. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത കർത്താവേ, കർത്താവേ കുടുംബജീവിതത്തിലേക്ക് വിളിച്ചതിന് നന്ദി പറയുന്നു. അങ്ങ് സൃഷ്ടികർമ്മം ഇതുവരെ ഞങ്ങളിൽ ആരംഭിച്ചിട്ടില്ല കർത്താവേ, ഞങ്ങൾ വളർത്തിക്കോളാം കർത്താവേ, ഒരു കുഞ്ഞിനെത്താ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ എത്ര വിലയുള്ള കാര്യം! അങ്ങനെ അഹങ്കാരികളെപ്പോലെ ഇത് ഞങ്ങളുടെ കാര്യമാണ് എന്ന് പറയുന്നത്, ഇത് ദൈവമേൽപ്പിച്ച കാര്യമാണ്, ദൈവമേൽപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ കല്യാണം കിട്ടാത്തവർക്ക് കർത്താവിനെ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കാം. ഒരു മണവാളനെ, ഒരു മണവാട്ടിയെ കാത്തിരിക്കുന്നവരെ കർത്താവെ നീ ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. ഏപ്രിൽ 20 ഈസ്റ്ററാണ്. കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യം ചെയ്യാൻ പറ്റും. കല്യാണം നടക്കാത്തവർക്ക്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക്, കടബാധ്യത ഉള്ളവർക്ക്, വീട് പണി നടക്കാത്തവർക്ക്, ജോലി കിട്ടാത്തവർക്കൊക്കെ ഉദ്ധിതൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുക. ലാറ്റിൻ ആരാധനക്രമം അനുസരിച്ച് 5-ാം തീയതി മുതൽ നൊയമ്പ് ആരംഭിക്കുക. നമുക്ക് വളരെ ഇൻറ്റൻസീവായിട്ട് അതങ്ങ് ചോദിച്ചുകൂടെ? എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ചോദിക്കുന്നത് നല്ലതല്ലേ? ഒന്നും ചോദിക്കാതെ, ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് ചോദിക്കാൻ നാണമാകിയല്ലേ? കർത്താവിനോട് നമ്മുടെ സ്നേഹം, ഭക്തി, വിശ്വാസം ഒരു മണവാളനോട് കാണിക്കേണ്ട ഒരു വിധേയത്വമൊക്കെ കാണിച്ചിട്ട് ചോദിക്കാം. ഒരു മണവാളൻ, ഈശോ മണവാളനാണെങ്കിൽ ഒരു മണവാട്ടി മണവാളനോട് കാണിക്കേണ്ട വിധേയത്വമൊക്കെ കാണിച്ചിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കണം. ഒരു പാട്ട് ഓർക്കുകയാണ്, ആ പാട്ട് എഴുതിയ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ സഖ്യവൂസ് ഇങ്ങനെ രക്ഷ കിട്ടാൻ വേണ്ടി കർത്താവിനെ ഇങ്ങനെ കാത്തിരുന്നു. അതുപോലെ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. നമുക്ക് നല്ലൊരു തിരുനാളാണ് മുന്നേ വരുന്നത്. ഈ തീർത്ഥാടനം ഒരു കാത്തിരിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. ചിലപ്പോൾ ഈ മണിക്കൂറുകളിൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഏതെങ്കിലും ഒരു തീർത്ഥ സങ്കേതത്തിൽ, എത്രയോ തീർത്ഥ സങ്കേതങ്ങൾ ഇവിടെ ഉണ്ട്, അവിടെ നാം ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ദൈവം ഒന്ന് തൊടും. എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ, എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ
ഈ ഗാനം എഴുതിയ അച്ഛൻ മാത്യു ആശാരിപ്പറമ്പിൽ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അച്ഛന് എല്ലാവിധ ഈ പാട്ട് ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുകയാണ്. നമുക്ക് ഈ സഖ്യബൂസിനെ പോലെ ഈ ഒരു മണവാളന് വേണ്ടി മണവാട്ടി കാത്തിരിക്കുന്ന അതേ മനോഭാവത്തോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കാം. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും. ഈ തീർത്ഥാടനം അനുഗ്രഹമാകും. പരിശുദ്ധ മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്.